എന്നിട്ട് ദ്വാർക്കോതീറ ഖുറാനോദീറ മറിച്ചങ്ങ് ഖുറാനോദണ്ട മറിച്ചങ്ങ് ദ്വാർക്കണ്ട. വലിയ ഒരു ദാരിദ്ര്യമായിട്ടിരിക്കണത്. സ്വന്തം ബലത്തിയ ഉമ്മക്ക് അതുപോലെ ജാവും പോലെ ഉറക്കൊഞ്ഞിട്ട് ഞങ്ങൾ ബലത്തിയ ഉമ്മക്ക് പഠിച്ചോനെ നീ പുറത്തു കൂടെ ചൊല്ലുമ്പോ കൈയുദ്ധാക്കിയിട്ട് ആമീൻ ചൊല്ലുവാനെ കൊണ്ട് സാധ്യമാവില്ലേ. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യം അതായിട്ടിരിക്കണം. സ്വന്തം ബാപ്പ എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ചിട്ട് ഓന്റെ ബലത്തി വലിയാക്കിയിട്ട് ബാപ്പ മരിച്ചു കിടന്നപ്പോ ബാപ്പയുടെ മുന്നല്ലോ പഠിച്ചോനെ ഈ മയ്യത്ത് നീ പുറത്തുകൊട, എന്റെ ബാപ്പക്ക് നീ പുറത്തുകൊട ചൊല്ലത് അവനക്ക് ഇഷ്ടാവില്ലേ. എന്തൊരു ദാരിദ്ര്യമായിട്ടിരിക്കണത്. ബാപ്പക്ക് ഉമ്മക്ക് ദ്വാർക്കോനെ കൊണ്ട് സാധ്യമാവില്ലേ അല്ലേ. ഞാൻ മനസ്സിലാക്കുന്ന വിഷയമല്ല ഇത്. ചില കേൾക്കട്ടെ പ്രശ്നം അത് ഈ ഖുറാൻ ഓതിയെങ്കിൽ മയ്യത്തുക്ക് ഉപകാര ആവിട കൊണ കിട്ടിട. അപ്പൊ നാന് ചൊല്ലുന്നതിന് ഒന്നുമില്ല. മോനെ നീന് നിന്റെ ബാപ്പ മരിച്ചിരാ നോക്കൂ, നിന്റെ ബാപ്പ നീ മയ്യത്ത് നിസ്കരിച്ചില്ലേ. അപ്പോ മയ്യത്തിന് എതിരിൽ വെച്ചിട്ട് നീന് ഈ മയ്യത്തിന് മേലെ നാ ഫർള് നിസ്കരിക്കുന്ന ചൊല്ലു നീ എത്താക്കിട്ട് കൈ കെട്ടിട്ട് ഓതിയത് എന്തിനെ ഫാത്തിഹ സൂറത്ത്, അത് ഖുറാനല്ലേ. ആ ഓതിയ ഖുറാൻ സൂറത്ത് നിക്ക് നിന്റെ ബാപ്പ കൊണ കിട്ടല്ലേ. ഒക്കല്ലേ മയ്യത്ത് പേന്മായിട്ട് ഞങ്ങൾ നിസ്കരിക്കുന്നത് കൊണം കിട്ടട്. ഇനി ഖുറാൻ മാത്രല്ല അവിടെ രണ്ടാമത്തെ തക്ബീർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വലാത്ത് ചൊല്ലൽ. പിന്നെ മൂന്നാമത്തെ തക്ബീർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പടച്ചോനെ ഈ നിന്റെ ബാപ്പാക്ക് നീ പുറത്തു കൊട്. വർഹമുഹു, ഈ ബാപ്പാക്ക് നീ റഹ്മത്ത് ചെയ്യേ. വഅഫു അൻഹു, ഈ ബാപ്പക്ക് നീ മാഫ് കൊട്. വഅഫിഹി, ഈ ബാപ്പക്ക് നീ റാഹത്ത് കൊട്. സകല റാഹത്തും ദുനിയാവിടെ ആഖിറത്തെ റാഹത്ത്, ഖബറിലുള്ള റാഹത്ത്, എല്ലാ നിലക്കുള്ള റാഹത്ത് നീ കൊട്. വഅക്രിം നുസുലാ, ഇതാ നിന്റെ ബാപ്പ വന്നുകൊണ്ട് സൽക്കാരം നീ സ്വീകരിക്കണു. കാരണം മുഅ്മിനായ ആള് നിന്റെ ബാപ്പ, മുഅ്മിനായ ആൾമാരെ അല്ലാഹു മലായികന്മാർ സ്വീകരിക്കുന്നുണ്ട്. പുതിയാപ്പരുടെ സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കണം. സ്വർഗത്തെ അത്തറുമായിട്ട്, സ്വർഗത്തെ പട്ടുമായിട്ട്. ബാബാ മോനെ ഇർജിഇലാ റബ്ബിക് റാളിയതൻ മർദിയ്യാ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഓ ദുനിയാവിൽ കൂടിയ റൂഹേ, ബാബാ പുറത്തു വാ. ദുനിയാവിടെ എല്ലാ ശുഗലിൽ നിന്നിട്ട് പുറത്തു വാ. എന്നിട്ട് ഇർജിഇലാ റബ്ബിക്, നിന്റെ റബ്ബിനെ വിട്ട് മടങ്ങി വാ. ഇർജിഇലാ റബ്ബിക് റാളിയതൻ മർദിയ്യാ, പൊരുത്തപ്പെട്ട നിലക്ക് വാ ചൊന്നിട്ട് മലക്ക് ചൊല്ലില്ലേ, അള്ളാഹു ചൊല്ലില്ലേ. അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഒരു മലക്ക്, അങ്ങനെ സ്വീകരിക്കപ്പെട്ടതായിട്ടുള്ള ആൾമാർ, മലക്കുകളെ കൊണ്ട് സ്വീകരിക്കപ്പെട്ട ആള്, ആ ആളുക്ക് ഞങ്ങ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ദ്വാരക്കടെ വാക്കരിൻ നുസുലാ, ദാ പെരുന്ത വന്നിര, ഞങ്ങളെ പെരുന്ത, ഞങ്ങളെ പുതിയാപ്പിള വന്നിര. നമുക്ക് നൗമത്തിൽ അറൂസ്, എങ്ങനെ ഖബറിൽ പോയിട്ട് പുതിയാപ്പിള പോയിട്ട് കിടക്കും പോലെ കിടക്കണോ? ഒരു പെണ്ണായെങ്കിൽ പുതിനാട്ടിനെ പോലെ പോയി കിടക്കണോ? ഖബർ ചൊല്ലത് മഹാദുരന്തം ആർക്ക്? മോമിനുകല്ല, ഞങ്ങോ നിങ്ങുകല്ല. പിന്നെ ഒരു മോമിനത്തായ പെണ്ണ്, ഒരു മോമിനായ ആളുകല്ല. മോമിനായ ആളുകെ, മോമിനത്തായ പെണ്ണകെന്തേ, ഉമ്മമാർക്കെന്തേ, ബാപ്പമാർക്കെന്തേ, അവക്ക് റാഹത്ത്. പുതിയ ആപ്പിള കിടക്കും പോലെ മണിയറയിൽ എങ്ങനെ എല്ലാ ഷുഗുല് വിട്ടിട്ട് എല്ലാ കച്ചവട കാര്യങ്ങളും, എല്ലാ ടെൻഷനുകൾ, എല്ലാ കടകാര്യങ്ങൾ എല്ലാം വിട്ടിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാളല്ലേ പുതിയാപ്പിളുടെ മണിയറ ചൊന്നെങ്കിൽ കുതിനാട്ടി പാലെടുത്തോണ്ട് വണ്ടി കണിക്കുന്നത് ആ ഒരു സന്ദർഭമല്ലേ. എല്ലാ റാഹത്തിനെ കുറിച്ച് സന്തോഷത്തെ ആ സ്ഥിതിയായിട്ടിക്കണ് ഖബറില്. അതുകൊണ്ട് പടച്ചോനെ ഈ ഖബർ വിശാലമാക്ക്. അയാൾ വന്നോണ്ടിട്ട് ഖബർ വിശാലമാക്ക് ചൊന്നിട്ട് പടച്ചോനെടുത്ത് കേട്ടില്ലേ. കോൾഡ് പാനീയം, കോൾഡ് അല്ലേ, നമുക്ക് കോൾഡ് വാട്ടർ വേണു കൃഷിയാവുക. അങ്ങനെ കോൾഡ് വാട്ടറിൽ മഞ്ഞ് കൊണ്ട് കുളിപ്പാട്ടണോ? മഞ്ഞ് പൂളുടെ ആ പ്രദേശത്തേക്ക് പോകുമ്പോ എന്തൊരു കുസിയല്ലേ, മഞ്ഞ് പൂടണോ തണ്ണി കൊണ്ട്.
ശുദ്ധജലാണി ഒരു തണ്ണി ഇങ്ങനെ ഇറങ്ങി വേണ്ടി ശുദ്ധജലം അത് നോക്കുക ഒരു കുസി ഫോഗ് അതുപോലെ മഞ്ഞ് അതുപോലെ ആലിപ്പഴം അതിന് ആ കൂളായിട്ടുള്ള ആ ഒരു അവസ്ഥക്ക് നീ കബറുക്ക് എത്തുവാട്ടണോ കുളിപ്പാട്ടണോ അല്ല പഠിച്ചോണ്ടിട്ട് കേൾക്കരുതങ്ങ എല്ലാ ദോഷങ്ങളെ തൊട്ട് നീ ശുദ്ധിയാ കമായിരക്ക് ധനസ് ചേറിൽ നിന്നിട്ട് ഒരു ബെൽറ്റ് വസ്ത്രത്തിൽ ചേരായെങ്കിൽ എങ്ങനെ ക്ലീൻ ആവണോ അതുപോലെ നല്ല സൂപ്പർ ക്ലീൻ അങ്ങനെ നീ ക്ലീൻ ആക്കി വിടും പഠിച്ചോനെ ക്ലീൻ ആക്കേ പിന്നെ ഈ ദുനിയാവുടെ അകത്തെക്കാട്ട് നല്ല അകക്കോട് പിന്നെ അഹ്ൽക്കാരും അതുപോലെ ഭാര്യ മക്കളും എല്ലാം ഇനിയും സ്വർഗത്തിൽ നീ തിരിച്ചു കൊടുക്കുമ്പോ നല്ല നിരക്കാക്കിക്കൊടു അല്ലാ നല്ല നിരക്കരുടെ നീ എത്തുവാട്ടിക്കൊടു അതുകൂടി നിനപ്പാക്കണേ സ്വർഗത്തിൽ എത്തിയെങ്കില് അവിടെ ഉള്ള കണിക്കത്ത് സ്വർഗത്തിൽ എത്തിയെങ്കില് അവിടെ ഉള്ള കണിക്കത്ത് നിരക്കര നല്ല വേണോ അവിടെ പെഞ്ഞായ്മക്ക് നല്ല വേണോ സ്വർഗത്തിലുള്ളതും അതേപോലെ ഹൈറായ നിനക്ക് എത്തുവാട്ടിക്കൂടല്ല ദുനിയാവിൽ അപ്പുറം എന്തെങ്കിലും ഇന്നെങ്കിലും കൂടി സ്വർഗത്തിൽ എത്തുമ്പോ ക്ലീൻ ആയിട്ട് എത്തും അവിടെ തൊട്ട് കാക്കേ ആ കബറിന്റെ ഫിത്നായ തൊട്ട് നീ കാക്കേ നരകശിക്ഷയെ തൊട്ട് നീ കാക്ക് ഇത് ഒരു മയ്യത്തിനെ കിടത്തിയിട്ട് ദൂരക്കൃതമായിട്ട് ഇവിടെ മനസ്സിലാക്കുള്ളത് മരിച്ചല് പിന്നെ കഫൻ ചെഞ്ഞിട്ട് കുലിപ്പാട്ടിട്ട് കഫൻ ചെഞ്ഞിട്ട് പള്ളി കൊടുന്ന് വെച്ചിട്ട് ആണാവട്ടെ പെണ്ണാവട്ടെ അവിടെ നിസ്കരിക്കുമ്പോ ദൂരക്കട് ദ്വയും ഓതൊരു ഫാത്തിഹ സൂറത്തുമായിട്ട് ഈ ഫാത്തിഹ സൂറത്ത് അയാൾ മരിച്ചല് പിന്നെ ഓതിരല്ലേ ഈ ദുആ അയാൾ മരിച്ചലിന്റെ ദുആർത്തതല്ലേ ഈ മയ്യത്ത് നിസ്കാരം ആ മരിച്ച മയ്യത്ത് ഗുണ കിട്ടില്ലേ കിട്ടുണ്ടായെങ്കിൽ ഈ വാദം മരിച്ചലി പിന്നെ ദുആർന്നെങ്കിൽ കിട്ടില്ലേ മരിച്ചലി പിന്നെ ഖുർആൻ കിട്ടില്ല ചൊല്ലുടെ വാദം അത് പൊളിഞ്ഞു പോയിട്ട് ആ വാദമേ ശരിയല്ല ആ വാദം ചൊല്ലുകണിക്കത്തെ തർക്കാക്കണിക്കത്തെ ആൾമാർ വിവരദോഷിയായിട്ട് കിടാറുണ്ട് ചൊന്നിട്ട് മനസ്സിലാക്കണം അല്ലാഹു